ഡൽഹിയിൽ ഇന്ന് നടന്ന സംഭവങ്ങളിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തും കോൺഗ്രസിന്റെ കെ.എസ്.യുവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പലയിടങ്ങളിലും ജില്ലകൾ കേന്ദ്രീകരിച്ച പ്രതിഷേധം നടക്കുകയാണ്. ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരായ പോലീസ് നടപടിയിൽ സംസ്ഥാനത്തും പ്രതിഷേധം. ലോക് ഭവനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. മന്ത്രിമാരടക്കം മാർച്ചിൽ പങ്കെടുത്തു. കെ.എസ്.യുവിന്റെ എ.ജിസ് ഓഫീസ് മാർച്ചിലും സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചാണ് മാർച്ചിനെ നേരിട്ടത്. എറണാകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു പോലീസ്. ആലപ്പുഴയിലും കണ്ണൂരിലും കെ.എസ്.യു പ്രവർത്തകർ ട്രെയിൻ തടഞ്ഞു. കൽപ്പറ്റയിൽ റോഡ് ഉപരോധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. അക്ഷയ കൃഷ്ണാനന്ദ് കൂടി ചേരുന്നുണ്ട് ഷാർപ്പ് ടെന്നിനൊപ്പം. അക്ഷയ, വലിയ രീതിയിലുള്ള സമരങ്ങൾക്കാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചത്. അതിൽ പ്രതിഷേധവുമായി ഇന്ന് സംസ്ഥാന വ്യാപകമായി വലിയ രീതിയിലുള്ള പ്രതിഷേധം വിവിധ ഭാഗങ്ങളിൽ നടന്നു. തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ കെ.എസ്.യുവിന്റെ എ.ജിസ് ഓഫീസിലെ മാർച്ചും ഒപ്പം ലോക് ഭവനിലേക്ക് കോൺഗ്രസ് സംഘടിപ്പിച്ച മാർച്ചിന്റെയും വിശദാംശങ്ങൾ. അങ്ങനെ തന്നെയാണ് വിനീഷ. അതായത് രാജ്യ തലസ്ഥാനത്തുണ്ടായിട്ടുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാനത്തുടനീളം വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ യുവജന സംഘടനയായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെയും വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള കെ.എസ്.യുവിന്റെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ്. അതായത് വൈകുന്നേരം 7 മണിക്കായിരുന്നു കെ.എസ്.യുവിന്റെ മാർച്ച്, കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള കെ.എസ്.യുവിന്റെ മാർച്ച്. അത് എ.ജിസ് ഓഫീസിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. പ്രവർത്തകർ വലിയ രീതിയിൽ തടിച്ചുകൂടിയെത്തുന്നൊരു സ്ഥിതിവിശേഷമാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. അതിലുപരി ഉണ്ടായിരുന്ന പ്രവർത്തകരെല്ലാം ചേർന്ന് തന്നെ പോലീസുമായി ആ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു മൽപ്പിടുത്തം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം പോലീസിന് ആ ഒരു സമയത്ത് ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അതിനുശേഷം രാത്രി 9 മണിക്കാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കെ.എസ്.യുവിന്റെയും നേതാക്കൾ എല്ലാം ചേർന്ന് തന്നെ ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. അത് ലോക് ഭവനിലേക്കായിരുന്നു ആ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. ആ പ്രതിഷേധ പ്രകടനത്തിൽ നേതാക്കൾക്ക്, തങ്ങളുടെ രാജ്യ തലസ്ഥാനത്ത് പോലീസ് അതിക്രമങ്ങൾക്ക് ഇരയായിട്ടുള്ള നേതാക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രിമാരും കൂടെ ഉണ്ടായിരുന്നു. സണ്ണി ജോസഫ്, അതായത് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ടുള്ള സണ്ണി ജോസഫ്, ഇപ്പോൾ കെ.പി.സി.സി അധ്യക്ഷനാണ് അദ്ദേഹം ഉണ്ടായിരുന്നു. അതോടൊപ്പം സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള എം ലിജു ഉണ്ടായിരുന്നു. കൂടാതെ അതോടൊപ്പം തന്നെ കെ.എസ്.യുവിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അലോഷ്യസ് സേവ്യർ ഉണ്ടായിരുന്നു. കായിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഒ.ജെ. ജനീഷ് ഉണ്ടായിരുന്നു. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ.എ. തുളസി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കോൺഗ്രസിന്റെ എല്ലാം തന്നെ നേതാവായിട്ടുള്ള ചാണ്ടി ഉമ്മൻ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും തന്നെ ചേർന്നുകൊണ്ടായിരുന്നു ലോക് ഭവനിലേക്കുള്ള ആ മാർച്ച് നടത്തിയത്. കെ.പി.സി.സിയിൽ നിന്ന് ലോക് ഭവനിലേക്കായിരുന്നു ആ മാർച്ച് നടത്തിയത്. ഈ മാർച്ചിലും വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഉണ്ടായത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടന്നു. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടന്നു. കയ്യിലുണ്ടായിരുന്ന പന്തം കാണിച്ച് പോലീസിലെ പ്രവർത്തകർ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ്. രാഹുൽ ഗാന്ധി നായകനെ എന്ന് വിളിച്ചുയർത്തിക്കൊണ്ടുള്ള മുദ്രാവാക്യമാണ് ഓരോ പ്രവർത്തകരിൽ നിന്നും മുഴങ്ങിയത്. മാത്രമല്ല സംസ്ഥാനത്തെ മറ്റ് പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. കോഴിക്കോടും കൊച്ചിയിലും എല്ലാം തന്നെ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൽപ്പറ്റയിൽ റോഡ് ഉപരോധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ചാണ് പോലീസ് നീക്കിയത്. തുടങ്ങിയിട്ടുള്ള സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് കെ.എസ്.യു പ്രവർത്തകർ, അതായത് കോൺഗ്രസിന്റെ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും വലിയ രീതിയിലാണ് പ്രക്ഷോഭങ്ങൾ നടത്തിയത്. വിനീഷ.